നെയ്ത്തിരി വെട്ടത്തിൽ തിളങ്ങി പള്ളിമുക്കം ചൂട്ട് തിരിച്ചുവെച്ച് സമാപനം. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. റോഡ് തിങ്ങി കെട്ടുകാഴ്ചകൾ, താലപ്പൊലിയുമായി വനിതകൾ, ദേവീസ്തുതികളുമായി ഭക്തസഹസ്രങ്ങൾ, ഭൈരവിയും കാലകോലവുമാടി മംഗളം ചൊല്ലി പടയണിക്കോലങ്ങൾ, ഇളകിയാടുന്ന നെയ്ത്തിരികൾ, പള്ളിവിളക്ക് തോളിലേന്തി ആയിരങ്ങൾ, കൊടുങ്ങല്ലൂർ അമ്മയും ദേശദേവിയും ഒന്നിച്ചെഴുന്നള്ളിപ്പ്, മീനകാർത്തികയ്ക്ക് ചൂട്ട് തിരിച്ചുവെച്ച് സ്വാർത്ഥകമായ പരിസമാപ്തി, പള്ളിമുക്കത്ത് ക്ഷേത്രോത്സവം ഒരു നാടിന്റെ ജൈവബന്ധത്തിന്റെ പ്രഘോഷണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിടങ്ങന്നൂർ പള്ളിമുക്കത്ത് ദേവീക്ഷേത്രം കാവുക്ഷേത്ര ആരാധനയുടെ വിശുദ്ധ ഭൂമികയാണ്. ഏറാട്ട് കുടുംബക്കാരുടെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രം പിന്നീട് കരക്കാർക്ക് എഴുതി നൽകുകയായിരുന്നു. തെക്കുംകൂർ രാജാക്കന്മാരുടെ നാട്ടധികാരിയായിരുന്നു ഏറാട്ട് ഏമാൻ എന്നും അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഇവിടെ കളരിയും ആയുധ പരിശീലനവും ഉണ്ടായിരുന്നതായും ഒരു പഴമൊഴിയുണ്ട്. 1200 വർഷം പഴക്കം ഉള്ള അമ്പലത്തിലെ ഇപ്പോൾ 900 വർഷമായി ക്ഷേത്രാചാരത്തിലേക്ക് മാറിയിട്ട് അതിനുമുമ്പ് കാവാചാരം പ്രകാരമായിരുന്നു ഇവിടെ പൂജകൾ നടന്നിരുന്നത്. ഈ ക്ഷേത്രത്തിലെ താന്ത്രികാവശ്യം കുഴിക്കാട്ടില്ലത്ത അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിനും ഇവിടുത്തെ ശാന്തിക്ക് അവകാശം കിടക്കനും മുരിക്കുവേലി ഇല്ലത്തിനും ആണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷം എന്ന് പറയുന്നത് കുംഭഭരണി മുതൽ മീനഭരണി വരെയുള്ള 28 ദിവസക്കാലമാണ്. അതിൽ കുംഭത്തിലെ ഭരണിക്ക് ദേവിയുടെ പുറപ്പാട് എഴുന്നള്ളത്തോടുകൂടി സമാരംഭം കുറിച്ച് കാർത്തിക നാളെന്ന് വൈകിട്ട് ചൂട്ട് വെച്ച് മീനത്തിലെ കാർത്തിക ചൂട്ട് തിരിച്ച് വെക്കുന്നതോടുകൂടി ഇവിടുത്തെ ഉത്സവ ആഘോഷങ്ങൾ തീരുകയാണ്. കുംഭഭരണി നാളിലെ ദേവി പുറപ്പാട് എഴുന്നള്ളത്തോടെ ആരംഭിച്ച ആട്ടവിശേഷമാണ് മീനഭരണി ആഘോഷത്തോടും കാർത്തിക പുലർച്ചെ ചൂട്ട് തിരിച്ചുവെച്ചതോടും കൂടി ബുധനാഴ്ച പുലർച്ചെ സമാപിച്ചത്. ദേശദേവിയുടെ പ്രധാന ഉത്സവം മീനഭരണിയാണ്. കാർത്തിക പുലർച്ചെ നടക്കുന്ന പള്ളിവിളക്ക് എഴുന്നള്ളത്തോടെയാണ് ഓരോ വർഷവും ഉത്സവത്തിന് കൊടിയിറങ്ങുക. മീനഭരണി നാൾ പകൽ കിടങ്ങന്നൂർ കാണിക്ക മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച കെട്ടുകാഴ്ച നാട്ടൊരുമയുടെ നേർചിത്രമാണ്. എല്ലാ മതക്കാരും ഘോഷയാത്രയ്ക്കെത്തി. ഘോഷയാത്രയിലെത്തിയവർക്ക് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിൽ നിന്നും ദാഹജലം നൽകിയത് വേറിട്ട അനുഭവമായി. ഡസൻ കണക്കിന് കെട്ടുകാഴ്ചകൾ റോഡ് നിറഞ്ഞൊഴുകി. വാദ്യഘോഷങ്ങൾ കിലോമീറ്ററുകൾ ദൂരെ വരെയാണ് എത്തിയത്. പള്ളിമുക്കത്ത് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഏകദേശം 900 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ആദ്യം ഇവിടെ ഏറാട്ട് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ വക കുടുംബക്ഷേത്രമായിരുന്നു. 1974 ഈ ക്ഷേത്രം കരക്കാർക്ക് എഴുതി നൽകുകയും കരയിലെ ഹൈന്ദവരായ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ശ്രീദേവി ഹൈന്ദവ സമിതി എന്ന പേരിൽ രൂപീകരിക്കുകയും ആ ട്രസ്റ്റ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശാന്തരൂപിയായ ഭദ്രകാളിയാണ്. അമ്മ അഭീഷ്ടവരദായിനിയാണ്. ഈ നാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളുടെ അടിസ്ഥാനം പള്ളിമുക്കത്തമ്മയാണ് എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. ഈ നാട് ഒരു ഹൈന്ദവ ക്ഷേത്രമാണെങ്കിലും ഒരു മതമൈത്രിയുടെ ഉദാഹരണം കൂടിയാണ്. ക്രിസ്ത്യൻ ഭവനങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ പള്ളിവിളക്കിലേക്ക് എണ്ണ നൽകുവാനും മറ്റ് കാര്യങ്ങൾക്കുമുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഇവിടെ പൂജ ചെയ്യുന്നത് മുരിക്കുവേലിൽ ഇല്ലം 11ാം തലമുറയിലുള്ള സുധീഷ് തിരുമേനിയും 12ാം തലമുറയിലുള്ള സന്ദീപ് തിരുമേനിയുമാണ്. അവരാണ് ഇപ്പോൾ ഇവിടുത്തെ മേൽശാന്തിമാർ. പ്രധാനമായ ഉത്സവങ്ങൾ മീനഭരണി ആണ്. മീനഭരണിക്ക് 7 ദിവസത്തെ സപ്താഹം. 8ാം നാൾ മീനഭരണി മഹോത്സവം, അമ്മയുടെ തിരുനാളായ മീനഭരണിയാണ് ഏറ്റവും പ്രധാനമായ ഉത്സവം. ഇവിടെയുള്ള 2 പേര് കൊടുങ്ങല്ലൂർ പോവുകയും കൊടുങ്ങല്ലൂർ ഭജന വരുന്നതിന് ശേഷം
കൊടുങ്ങല്ലൂർ അമ്മ എല്ലാ മീനഭരണി നാൾ പുലർച്ചെയും ഈ പള്ളിമുക്കത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുമെന്ന് പറഞ്ഞതനുസരിച്ച് കൊടുങ്ങല്ലൂർ അമ്മയെ വരവേൽക്കുന്നതിന് വേണ്ടി അന്ന് തടി കൊണ്ടുള്ള ഭീമാകരമായ ഒരു വിളക്കുണ്ടാക്കുകയും അതിൽ 2500-ലധികം ദീപങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്മയെ എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് പള്ളിവിളക്ക്. ഈ നാട്ടിലെ ഓരോ ഭക്തരും നമ്മുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന വഴിപാടായി കാണുന്നത് പള്ളിവിളക്കാണ്. ശിവക്ഷേത്രത്തിന് ഇടതുഭാഗത്തുള്ള കൽമണ്ഡപത്തിൽ അത് വെക്കുകയാണ്. പടയണി ഇവിടെ വളരെ പ്രധാനമാണ്. 6ാം ഉത്സവത്തിന് എല്ലാ ദിവസവും വലിയ പടയണി ഉണ്ടായിരിക്കും. പള്ളിവിളക്കിന് മുമ്പിലും ഭൈരവിക്കോലവും കാലങ്കോലവും ആടുന്നുണ്ട്. കുംഭഭരണി നാളെ ഇവിടെ പ്രധാനമായിട്ടുമുള്ളത് പൊങ്കാലയാണ്. 100 കണക്കിന് ഭക്തജനങ്ങൾ അമ്മമാർ പൊങ്കാല ഇടാറുണ്ട്. അതിനുശേഷം വൈകിട്ട് നടക്കുന്ന എഴുന്നള്ളിപ്പിൽ ആൾപ്പിണ്ടി എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട്. കുംഭഭരണിക്ക് മറ്റൊരു വിശേഷ ആചാരമുള്ളത് കളമെഴുത്തും പാട്ടുമാണ്. കളമെഴുത്തും പാട്ടും ഇവിടെ ആടാറുണ്ട്. ഇതൊക്കെയാണ് വിശിഷ്ടമായുള്ളത്. പള്ളിമുക്കത്തമ്മയ്ക്കു മുമ്പിൽ വിശ്വാസികൾ നൽകുന്ന വലിയ അർച്ചന പള്ളിവിളക്കെഴുന്നള്ളത്താണ്. 36 അടി ഉയരവും അതേ വീതിയുമുള്ള ദാരുശില്പങ്ങൾ നിറഞ്ഞ തടിവിളക്കാണ് പള്ളിവിളക്ക്. ഇളകിയാടുന്ന ഞാലികളിലെ മൺചിരാതുകളിൽ എണ്ണയൊഴിച്ചാണ് ദീപം കൊളുത്തുക. കത്തി നിൽക്കുന്ന പള്ളിവിളക്ക് 100 കണക്കിന് ആളുകൾ തോളിലേറ്റിയാണ് പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള കൽപീഠങ്ങളിൽ വെച്ചത്. നാട്ടിലെ പ്രാചീന ക്രൈസ്തവ കുടുംബങ്ങളായ അങ്ങേവീട്ടിൽ മാളിയേക്കൽ കുടുംബാംഗങ്ങളും പള്ളിവിളക്ക് തോളേന്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലനിന്ന മാനവമൈത്രിയുടെ ഭാഗമാണ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഉപദ്വീപിലാണ് കാവും ക്ഷേത്രവും നിലനിൽക്കുന്നത്. പ്രകൃതി കനിഞ്ഞു നൽകിയ അതിമനോഹരമായ പ്രദേശം. സദാ വീശുന്ന ഇളങ്കാറ്റും നിശബ്ദതയും പച്ചപ്പിന്റെ മേലാപ്പ് തീർക്കുന്ന കാവും മനസ്സുകളെ അസുരചിന്തകളിൽ നിന്നും ശാന്തമാക്കാൻ കഴിയുന്നവയാണ്. ഈ അനിർവചനീയമായ അനുഭൂതിയാണ് ഒരിക്കലെത്തുന്നവർ വീണ്ടും വീണ്ടും ഇവിടെ എത്താൻ കാരണം. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872 9947825232.